ഈശോ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് സുവിശേഷ ഭാഗ്യങ്ങളാണ്. അല്ല, ഇവിടെ പറയുകയാണ് ഈശോ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറുന്നു. ഈശോ അവിടെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാര് അവിടുത്തെ അടുത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഈശോ മലമുകളിൽ വെച്ച് ആളുകളെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ ഈശോ മനോഹരമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെ കാഴ്ചവെക്കുകയാണ്. ദി ചോസൻ എന്ന് പറയുന്ന ആ സീരീസിൽ കൃത്യമായിട്ട് ഈ ഭാഗത്തെ കുറിച്ചുള്ള വിവരണം അവിടെ ചിത്രീകരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈശോ പെട്ടെന്ന് ഇങ്ങനെ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് എടുത്ത് പറഞ്ഞൊരു പ്രസംഗമൊന്നുമല്ല, മറിച്ച് ദിവസങ്ങളോളം ഇരുന്ന് ഒരുങ്ങി പറയുന്നൊരു പ്രസംഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്ന ഈശോയുടെ വചനങ്ങളിലെ ഒരു ഭാഗം, പ്രധാനപ്പെട്ട ഒരു ഭാഗം, ക്രൈസ്തവരെ മാത്രമല്ല അക്രൈസ്തവരെ പോലും പ്രത്യേകമായിട്ട് സ്വാധീനിക്കുന്ന ഈശോയുടെ പഠനങ്ങളുടെ ഒരു ഭാഗം ഈ സുവിശേഷ ഭാഗ്യങ്ങളാണ്. മനോഹരമായിട്ടുള്ള വചനങ്ങൾ നമ്മളിവിടെ വായിച്ചു കേൾക്കുകയാണ്. ഒരുപാട് അഷ്ടസൗഭാഗ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഒറ്റ കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. ശാന്തമായിരുന്ന് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്ന ഈ വചനഭാഗങ്ങളെ ഒന്ന് ധ്യാനിക്കാനായിട്ട് സാധിച്ചാൽ അത് വലിയൊരു കാര്യമാണ്. ഈശോ പറയുന്ന ഈ വചനങ്ങളുടെ അർത്ഥം ശരിക്കൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ, അല്ലെ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള വചനങ്ങള് നമ്മളൊന്ന് ശാന്തമായിട്ടിരുന്നൊന്ന് വായിച്ച് ഒന്ന് ധ്യാനിച്ചു നോക്കിയ ഒരുപാട് ശാന്തത നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഈ വാഗ്ദാനങ്ങൾ, അല്ലെ, സുവിശേഷ ഭാഗ്യങ്ങള് പലതരത്തിൽ നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇതിന്റെ വില മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പരാതി പറയുന്ന രീതിയിൽ ദൈവത്തെ സമീപിച്ചിട്ടുമുണ്ട്. നമ്മളൊരു ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ, ഈ സുവിശേഷ ഭാഗ്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ സാധിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് നമുക്കൊന്ന് ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം. സുവിശേഷ ഭാഗ്യങ്ങളെ നന്നായിട്ടൊന്ന് ധ്യാനിച്ച് അതിലെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.